അവസാന മുഹൂർത്തത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഴയ KPCC പ്രസിഡൻ്റായ സുധാകരൻ കൂടെ എനിക്കിട്ട് കുത്തി. അയാൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിയ പണിയല്ല ഇത്. KPCC പ്രസിഡന്റ് അവിടെ ഇരുന്നുകൊണ്ട് കിടക്കുന്ന പണിയല്ല ഇങ്ങോട്ട് വന്നാൽ. ഇവിടെ ബാക്കിയെല്ലാം കൂടെ തന്നെ തുളയ്ക്കും. അതൊക്കെ തന്നെ നോക്കിക്കൊള്ളാം. അവതാരം എങ്ങനെ ഇരിക്കണം? വഴിയാധാരമായില്ലേ? അദ്ദേഹം എനിക്കിട്ട് കുത്തി. മതസൗഹാർദ്ദത്തെ ഞാനും ഈ എല്ലാവരെയും കൊണ്ടും പറയിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കൂടെ, മുസ്ലിം ലീഗിൻ്റെ പവർ നിങ്ങൾ കണ്ട് അവർക്ക് അവർക്ക് വേണ്ടി ഒന്ന് വീരസൃങ്ങൾ കൊടുക്കണം. കാരണം ഈ പറയുന്ന കോൺഗ്രസ്സുകാരനായ എല്ലാവരും കൊണ്ടും എനിക്കെതിരെ പറയിപ്പിക്കാനോട് കൊണ്ട് സാധിച്ചില്ലേ? സുധാകരൻ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. സുധാകരൻ ഒരു ഗണപണാന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ എന്തിനാണ് മുസ്ലിം പ്രീണനം നടത്തിയില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എടുത്തതാണ്. ഇവിടെ പാരമ്പര്യമുള്ളതാണ്. ഒരു മഹത്തായ സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയാണ്. ആ രാഷ്ട്രീയ സംഘടനയ്ക്ക് കേരളത്തിൽ വന്ന ഗതികേട് കാണുമ്പോൾ വളരെ വിഷമാണ്. ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന കുഞ്ഞുരാമന്മാരായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം മാറി. അല്ലെങ്കിൽ ഇവർ ആളാവിധം എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, ആളാവിധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഈഴവനകത്ത് പലരും ഉണ്ടാ. ഒരു അടൂർ പ്രകാശമുണ്ട്, അതിങ്ങനെ അങ്ങുമില്ല ഇങ്ങുമില്ലാത്ത ഒരു പരുവത്തിന് പോവുകയാണ്. പിന്നെ ഒരു ബാബുണ്ട്. ആ ബാബുവാണ് ചത്തതിനൊത്തുവേ ജീവിച്ചിരിക്കലും എന്നുള്ള നിലയിൽ ആരോഗ്യം പോയിരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദേശീയ പാർട്ടിയാണ്. അതിനകത്തുള്ള ആധിപത്യം ആരുടേതാണ്? അവരെല്ലാം തന്നെ എന്തിന് നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ തന്നെ കാണിക്കുന്ന കാണുമ്പോൾ എന്നെക്കൂട്ടുള്ളവർക്ക് ജനാധിപത്യം ഇവിടെ നശിച്ചു പോയല്ലോ എന്ന് വിചാരിക്കും. കോൺഗ്രസ് ഒരാളെ ചേർക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ചെന്നാലേ ഒക്കെയുള്ളെന്ന് പറയും. നമ്മൾ വേറെ ചിലതും കേട്ടിട്ടുണ്ട്, ചിലരെല്ലാം മലപ്പുറത്ത് ചെന്നാലേ പറ്റുള്ളൂ. പക്ഷെ ഇതിനും അവിടെ ചെല്ലണം എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. ചെന്ന് അവരുടെ അഭിപ്രായം കേട്ട് അവർ പറയുന്നിട്ട് അതനുസരിച്ച് പറയാമെന്ന് പറയുക. എന്തൊരു ഗതിയാണ് കോൺഗ്രസ്. അന്ന് പറഞ്ഞ മലപ്പുറം അടക്കമുള്ള വിഷയങ്ങൾ, പരാമർശങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? മലപ്പുറം മറ്റൊരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യമാണെന്ന് പറഞ്ഞടക്കമുള്ള ആ വാക്കുകൾ ഇപ്പോഴും പറഞ്ഞതൊന്നും ഒന്നും മാറുന്നില്ലെന്ന്. മലപ്പുറം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മലപ്പുറം യൂണിയൻ, ഞാനൊറ്റ കാര്യം പറയാം, മലപ്പുറം യൂണിയൻ്റെ പ്രസിഡന്റ് ദാസൻ ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്നു. ആ തിയേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നഷ്ടമായതുകൊണ്ട് അയാൾ ഹോട്ടലാക്കി ബാറാക്കി. ഇപ്പം ആര് നടത്തണമെന്ന് നിങ്ങൾ ചെയ്ത് നോക്ക്. ആ പാവം തെണ്ടി ലീഗുകാരെല്ലാം കൂടെ നടത്തിക്കുകയല്ല. ആർക്ക് കപ്പം കൊടുത്തിട്ടാണ് ഇപ്പോഴും ലീഗ് ആ ഹോട്ടലിൽ ഇപ്പം ബാറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആർക്ക് കപ്പം കൊടുത്തിട്ടാണ് നടത്തുന്നത്? നിങ്ങൾ തിരക്ക്. അവിടെ ആധിപത്യം ആരാണ്? അവരുടെ സംസ്ഥാനം അവരുടെ കയ്യിലാണെന്നല്ലേ.